പോവുക അല്ലേ? ഏയ് പോവല്ല, ഇനിയും വരും. വേണ്ട മോനെ. ഏയ് അത് പറ്റില്ലല്ലോ കൃഷ്ണേട്ടാ. ജനാധിപത്യ രാഷ്ട്രമായ ഭാരതത്തിൽ ജയിലുകൾക്കുള്ള സ്ഥാനം വളരെ വലുതല്ലേ? ജയിലുകൾ ശൂന്യമായ പിന്നെ ജനാധിപത്യത്തിന് എന്താ പ്രസക്തി? ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത് പോലും ജയിലുകൾ നിറഞ്ഞിട്ടല്ലേ? അതുകൊണ്ട് നാട്ടു നന്മയ്ക്ക് വേണ്ടി പാർത്ഥൻ ചിലപ്പോൾ ഇനിയും വന്നിരിക്കും. കേട്ടോ? എന്താ പൂങ്കുടി നീ ഒറ്റയ്ക്ക്? അതേ നമ്മുടെ ചങ്ങാതികളൊക്കെ അവിടെ. എന്താ നീ വല്ലാതിരിക്കുന്നത്? പാർത്തേട്ടൻ വാ, എല്ലാം വീട്ടിൽ ചെന്നിട്ട് പറയാം. ഏയ് ഇല്ല, ഇവിടെ വെച്ച് പറയേ. അവനെവിടെ സുലൈമാൻ? വാ പോകാം. ഏയ് പറയാനല്ലേ പറഞ്ഞത്, എന്താ സംഭവിച്ചത്? മാറ്. എടേ ഞാൻ പറഞ്ഞു ഇപ്പൊ പറയില്ലാന്ന്. കേൾക്കണമെങ്കിൽ വീട്ടിലേക്ക് വാ, എന്നാലേ ഞാൻ പറയൂ. വരാൻ. പൂങ്കുടി എന്താ ഇവിടെ? നിന്നോടാ ചോദിച്ചത്. വീട്ടിൽ ചെല്ലട്ടെ എന്ന് ഞാൻ പറഞ്ഞതല്ലേ. എന്താ എന്താ മാളു? എന്തിനാ നീ കരയുന്നത്? ഇവിടെ എന്താ ഉണ്ടായത്? കുഞ്ഞിക്കാതർ എവിടെ? എന്റെ മോൻ പോയി മോനെ, എന്റെ കാതർ കുട്ടി പോയി. എന്ത് തെറ്റാവും ചെയ്തത്? സുലൈമാനെ പറയേ, എന്താ ഇവിടെ ഉണ്ടായത്? എടാ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നീ ജയിലിലായത് ആ തമ്പിയും കൂട്ടർ നല്ലതുപോലെ ആഘോഷിച്ചു. ക്ഷേത്ര തർക്കത്തിൽ നിന്നോടൊപ്പം നിൽക്കുന്നത് ഞാനാണെന്നും പറഞ്ഞു എല്ലാത്തിനും ഒരു വർഗീയത്തിലുള്ള നിറം കൊടുത്തു. പിന്നെ ഇവിടെ എന്താ സംഭവിച്ചെന്ന് ആർക്കും അറിയില്ല. ഒന്നിച്ചു കഴിഞ്ഞിരുന്ന മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ അവർ രണ്ട് തട്ടിലാക്കി തമ്മി തല്ലിച്ചു. കൊന്നു മോനെ, അവരെന്റെ മോനെ കൊന്നു. സുലൈമാനെ ഭ്രാന്തായോ? അതേടാ, എനിക്ക് മാത്രമല്ല ഈ നാട്ടുകാർക്ക് മുഴുവൻ ഭ്രാന്ത് പിടിക്കും ഇനി ഇതിവിടെ ഇരുന്ന. ഈ നാടിന്റെ നാശത്തിനും ദുരന്തത്തിനും ഒക്കെ കാരണം ഈ ഒരൊറ്റ വിഗ്രഹമാണ്. ഈ വിഗ്രഹം ഉണ്ടെങ്കിലല്ലേ ഇവിടെ ക്ഷേത്രമുള്ളൂ. നാട്ടുകാരെ തമ്മിലെടുപ്പിക്കാനും നാശം വിതയ്ക്കാനും എന്തിനാടാ ഇവിടെ ഇങ്ങനെ ഒരു ക്ഷേത്രം? എന്റെ അമ്മാവനും കൂട്ടർക്കും കട്ടുമുടിക്കാൻ വേണ്ടി മാത്രമോ? കൊണ്ട് കളയാൻ പോവാണ് ഞാനിത് എവിടെയെങ്കിലും. അരുത്, നിനക്ക് വിശ്വാസമില്ലെങ്കിലും ഈ നാട്ടുകാർ ആരാധിക്കും ദൈവമായത്. എനിക്ക് വിശ്വാസമില്ലാണ്ടാക്കിയത് ഈ ദൈവം തന്നെയാ. എന്നും രണ്ടു നേരം ഈ നടക്കൽ വന്ന് പ്രാർത്ഥിച്ച് കൃഷ്ണ കൃഷ്ണ എന്ന ഒറ്റ ചിന്തയുമായിട്ട് ജീവിച്ചിരുന്ന ആളായിരുന്നില്ല എന്റെ അച്ഛൻ. എല്ലാ 1-ാം തീയതിയും ഗുരുവായൂരിൽ ചെന്ന് തൊഴുതു മുടങ്ങിയാലേ എന്റെ അച്ഛനൊരു ജീവിതം ഉണ്ടായിരുന്നുള്ളൂ. അതുപോലൊരു യാത്രയിൽ വാഹനാപകടത്തിൽ എന്റെ അച്ഛന്റെ ജീവനെടുത്തതും ഈ ദൈവം തന്നെയല്ലേ? അന്ന് തുടങ്ങിയതല്ലേ എന്റെ അമ്മയുടെ കണ്ണീര്? അന്ന് മുതൽ നശിക്കാൻ തുടങ്ങിയതല്ലേ എന്റെ ജീവിതം? ക്ഷേത്രഭരണം നടത്തി പൊന്നും പണ്ടവും കട്ടുമുടിച്ച് മതിച്ചു നടക്കുന്ന എന്റെ അമ്മാവനെ ഇപ്പോഴും പന പോലെ വളർത്തുന്നതും ഒന്നും അറിയാത്ത പാവം കുഞ്ഞിക്കാതറിന്റെ ജീവനെടുത്തതും ഒക്കെ ഈ ദൈവം തന്നെയല്ലേ? ഇത് ദൈവമല്ല, കണ്ണും മൂക്കും ഇല്ലാത്തൊരു പാഴ് വിഗ്രഹമാണ്. ഇതെവിടെ നിന്നും പോയേ പറ്റൂ. ഏത് നരകത്തിലേക്കെങ്കിലും
ആ